മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ വിദേശ പര്യടനത്തിലുണ്ടായിരുന്ന മരുമകനും മന്ത്രിയുമായ PM മുഹമ്മദ് റിയാസും ഭാര്യ വീണ വിജയനും നാളെ ആയിരിക്കും എത്തുന്നത്. ഇന്ന് അവർക്ക് ദുബായിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്നുള്ള സൂചന കിട്ടിയിരുന്നു. മുഖ്യമന്ത്രിയും കുടുംബത്തിൻ്റെയും യാത്ര ഏറെ രാഷ്ട്രീയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കുമൊക്കെ വഴിയൊരുക്കിയിരുന്നു. അതിന് നിരവധി കാര്യങ്ങളും കാരണങ്ങളുമുണ്ട്. കേരളത്തിൽ ഇത്രയധികം വിഷയങ്ങളുള്ളപ്പോഴാണ് വിനോദയാത്രയ്ക്കായി മുഖ്യമന്ത്രി നാടുവിട്ടത് എന്നുള്ള ഒരാക്ഷേപമായിരുന്നു പ്രതിപക്ഷം ഉയർത്തിയത്. കൂടാതെ രാജ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യം, മറ്റ് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പോലും പങ്കെടുക്കാതെ ഏകോപിപ്പിക്കാതെ മുഖ്യമന്ത്രി കുടുംബസമേതം വിദേശത്തേക്ക് യാത്ര പോയി. ഇത് പ്രതിപക്ഷ പാർട്ടികൾ ആയുധമാക്കി വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. മെയ് 20-ന് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബംഗാളിലും 25-ാം തീയതി തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഡൽഹിയിലും ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രചാരണത്തിന് വേണ്ടി പോകുമോ എന്നുള്ളതുകൂടി ചോദ്യമായി അവശേഷിക്കുന്നു. ആകാംക്ഷയോടുകൂടി പ്രതിപക്ഷം കാത്തിരിക്കുന്നു. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും വിദേശത്ത് സ്വകാര്യ സന്ദർശനം നടത്താൻ പണം എവിടെ നിന്നാണെന്നുള്ള ചോദ്യം ഉന്നയിച്ച് KPCC പ്രസിഡന്റ് K. സുധാകരൻ രംഗത്ത് വന്നു. അതിനുള്ള മറുപടി CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനും നൽകി. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നതൊക്കെ തന്നെ വെറും കെട്ടുകഥകളാണെന്നുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയത്. നവകേരള യാത്രയ്ക്ക് വേണ്ടി കഠിന പ്രയത്നം ചെയ്ത മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ജോലി തന്നെയാണ് ചെയ്തത്. അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ വിശ്രമിക്കാൻ അവകാശമുണ്ട്. 6 ദിവസം കൊണ്ട് ഭൂമി ഉണ്ടാക്കിയ ദൈവം പോലും 7-ാം ദിവസം വിശ്രമിച്ചില്ല എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. 1.25 ലക്ഷത്തോളം രൂപ മാസശമ്പളമുള്ള മുഖ്യമന്ത്രിക്ക് വിദേശത്ത് പോകാൻ എവിടെ നിന്നാണ് പണമെന്ന് ചോദിക്കുന്നതിൽ എന്തർത്ഥമാണെന്നാണ് ബാലൻ തിരിച്ചടിച്ചത്. മുൻപും മന്ത്രിമാർ ഇതുപോലെ വിദേശ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അന്നൊന്നും ഉണ്ടാകാത്ത വിവാദമാണ് ഇത്തവണ ഉണ്ടായത്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ ഇന്ദിരാ പോയിന്റിൽ നിന്നും വിളിച്ചാൽ കേൾക്കുന്നൊരു സ്ഥലമാണ് ഇന്തോനേഷ്യ. കേന്ദ്ര സർക്കാരിൻ്റെയും പാർട്ടിയുടെയും അനുമതിയോടെ തന്നെയാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയത്. യാത്രാ ചെലവിൻ്റെ സ്രോതസ് വ്യക്തമാക്കണമെന്ന KPCC അധ്യക്ഷൻ്റെ ആവശ്യം പൂർണ്ണമായും ഇങ്ങനെ ബാലൻ തള്ളുകയാണ്. സുധാകരൻ്റെ യാത്രകളെക്കുറിച്ചൊന്നും തന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നുള്ള താക്കീതാണ് പിന്നാലെ AK ബാലൻ നൽകിയതും. LDF-ലെ പ്രമുഖ കക്ഷികളൊക്കെ തന്നെ ഘടകകക്ഷികളൊക്കെ തന്നെ രാജ്യസഭാ സീറ്റ് നേടിയെടുക്കാനായിട്ടുള്ള അവകാശവാദവുമായി രംഗത്ത് വന്നിരിക്കുന്നതാണ് പിണറായി വിജയന് മുന്നിൽ വലിയ തലവേദനയായി ഇപ്പോൾ നിൽക്കുന്നത്. ഒന്നാമതായി പറയുകയാണെങ്കിൽ CPI, കേരള കോൺഗ്രസ് M, പിന്നാലെ RJD, NCP എന്നിവരൊക്കെ തന്നെ ഈ വാദവുമായി രംഗത്ത് വന്നിട്ടുണ്ട്, ആവശ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് പരസ്യമായി തന്നെ. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി ഇവരൊക്കെ തന്നെ ഒരേ സമയം രാജ്യസഭാ സീറ്റ് ഒഴിയുന്നുണ്ട്. ഒപ്പം തന്നെ LDF-ൽ നിന്നും ഇളമരം കരീമും പിൻവാങ്ങുന്നു. 3 ഒഴിവുകളിൽ 2 എണ്ണം LDF-ന് സ്വന്തമായിട്ടുണ്ട്. അതിൽ 1 എണ്ണം CPM-നും 1 CPI-ക്കും നൽകുമെന്നാണ് സൂചന. ജോസ് കെ മാണി മാത്രമാണ് നിലവിൽ കേരള കോൺഗ്രസ് M-ന്റെ രാജ്യസഭാ പ്രതിനിധിയായിട്ടുള്ളത്. ജൂണിലായിരിക്കും രാജ്യസഭാ തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനവും പുറത്തുവരുന്നത്. മുഖ്യമന്ത്രി സാധാരണഗതിയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ ഇനി തിരഞ്ഞെടുപ്പിന് പോകുമോ എന്നുള്ളതാണ് മറ്റൊരു വിഷയമായി ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ അങ്ങനെ പ്രചാരണത്തിന് അദ്ദേഹം പോകാറില്ല എന്നാണ് പാർട്ടി നേതൃത്വവും വ്യക്തമാക്കുന്നത്. ഇനിയിപ്പോൾ നാട്ടിലുള്ളപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രചാരണത്തിൽ പോകുന്ന ഒരു പതിവുണ്ടായിരുന്നില്ല.